പെട്ടെന്ന് ഒരു സീൻ എങ്ങനെ ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എങ്ങനെ അത് ഒരു ഈ സീൻ 2 ദിവസം എടുത്താണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും 2 ദിവസം അല്ല, 2 ദിവസത്തേക്ക് ബഡ്ജറ്റില്ല. പക്ഷേ പാക്ഡ് കോഴ്സാണ്. കാരണം കാലത്ത് തൊട്ട് 9 മണി തൊട്ട് 5 മണി വരെ ത്രൂ ഔട്ട് ക്ലാസ് ആയിരിക്കും. ഒരു ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടെ നിന്ന് കണ്ടു പഠിക്കാനല്ല, ഫുൾ ടൈം നമുക്ക് ഓരോ പണിയായിരിക്കും. അപ്പോൾ ഛായാഗ്രഹണം എന്ന കല നമ്മൾ സിനിമയിൽ സാധാരണഗതിയിൽ അറിയപ്പെടുന്നത് DOP, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന പേരിലാണ്. പലപ്പോഴും ആ ഒരു കലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് മഹാരഥന്മാർ നമുക്ക് മുന്നേ കടന്നുപോയിട്ടുണ്ട്. ഈ കലയിൽ ഇപ്പോൾ ഈ അടുത്ത് കുറേ സിനിമകളിലൂടെ നമുക്ക് സുപരിചിതനായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ചെയ്ത സിനിമകൾ, ചെറിയ സിനിമകളുണ്ട്, വലിയ സിനിമകളുണ്ട്, വലിയ പ്രതിഭകളുടെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പവി കെ പവൻ എന്നാണ്. വെൽക്കം പവി. അപ്പോൾ പവിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ സ്വന്തം ഒരേ ഒരു അളിയൻ ജിജോ എന്ന് പറയും. ജിജോൻ്റെ ക്ലാസ്മേറ്റ് എന്ന രീതിയിലാണ്, ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സർക്കിളിൽ നിന്നാണ് പവി കെ പവൻ എന്ന ഈ ഛായാഗ്രാഹകൻ, സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. ആ സമയത്ത് പവി രാജീവ് മേനോൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സ്ക്രീൻ, രാജീവ് സാറിൻ്റെ മൈൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ ചെന്നൈയിൽ ആ പഠനം കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് എന്തുകൊണ്ടോ എൻ്റെ മുഖച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെ അതിൽ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അഭിനയം ഒഴിച്ച് അതിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരുന്നു എന്ന് പറയാനാണ്. ശരിക്കും പറഞ്ഞത് മൈൻഡ് സ്ക്രീനിൽ ഞാൻ പോണേക്കാളും മുന്നെയാണ് അത് ശരിക്കും പോകുന്നതിന് മുന്നാണല്ലേ. ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള ഇത് പറയുമ്പോൾ 2009 മറ്റാന്ന്. അപ്പോൾ ഞാൻ 2010 മൈൻഡ് സ്ക്രീനിൽ പഠിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുറേ കാലം എടുത്തിട്ടാണ് ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ഈ വഴിയിലേക്ക് വരുന്നത്. ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ പോയി ബിടെക്കാരനാണ്. അപ്പോൾ ബിടെക്കിന് പോയിട്ടുണ്ട്. അതെ, അതായത് നമ്മൾ സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മളൊരു ഫോട്ടോഗ്രാഫി ആ ഒരു ഇതിലേക്ക്, ഇതാണ് നമ്മുടെ ഒരു കർമ്മമേഖല. അതെ, അത് വരുന്നത് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയപ്പോഴാണ്. എഞ്ചിനീയറിങ്ങിന് അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ എല്ലാവരിലും മൊബൈലുണ്ട്, അതുണ്ട്. നമ്മൾ അന്ന് ചെയ്യണ സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു 1 മെഗാപിക്സൽ ക്യാമറ, ഡിജിറ്റൽ ക്യാമറയിൽ ആണ് നമ്മൾ ഫോട്ടോ ഇങ്ങനെ എടുത്ത് വരുന്നത്. അങ്ങനെ എടുത്ത് നമ്മൾ സിനിമകൾ കാണുമെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ആ ഇതിൽ നമ്മൾ ഭയങ്കരമായിട്ട് അറിഞ്ഞ് അത് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് സമയത്താണ്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ ഈ ആഗ്രഹത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ നമ്മുടെ ഷോർട്ട് ഫിലിം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് കോഴ്സ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. കുറേ ബാക്ക് പേപ്പറൊക്കെ ഉണ്ടായി. അവിടുന്ന് വന്ന് അപ്പം നോക്കുമ്പോഴാണ് എല്ലാം സിനിമാറ്റോഗ്രാഫർമാരും ഫിസിക്സാണ് പഠിച്ചേക്കണേ എന്നുള്ളൊരു ഇത്. അവൻ വീണ്ടും BSc ഫിസിക്സിന് ചേർന്നു. ഇത് കഴിഞ്ഞിട്ട്, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് BSc ഫിസിക്സിന് ചേർന്നു. സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസായി നമ്മൾ സിനിമാറ്റോഗ്രാഫി എന്നുള്ളൊരു ഇതിൽ വരുന്നത്. അപ്പോഴാണ് നമ്മൾ കുറേ ഷോർട്ട് ഫിലിം പരിപാടിയൊക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് ജിജോനെ പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ കുറേ ഞാൻ തന്നെയാണ് ഡയറക്ഷൻ, ഞാൻ തന്നെ ക്യാമറ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫ്രണ്ട്സൊക്കെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ജിജോൻ്റെ അളിയനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആൾ പുലിയാണ്, കേരളോർമയിലെ താരമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഫോട്ടോസ് കണ്ടപ്പോൾ കറക്റ്റ് നമുക്കൊരു നെക്സലറ്റ് കഥാപാത്രത്തിൻ്റെ ഒരു ലുക്ക് ഒക്കെ വിചാരിച്ച് അങ്ങനെയാണ് നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ BSc ഫിസിക്സ് എന്നുള്ള ഇതിൽ തന്നെ പിടിക്കാം നമുക്ക്. അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ഫിസിക്സ് അധ്യാപകരാണ്. ഞാൻ മാത്രമാണ് തെറിച്ച് വേറെ വഴിക്ക് പോയിട്ടുള്ളത്. വീട്ടിൽ 2 ഫിസിക്സ് അധ്യാപകരുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തിരിച്ച് ആലോചിക്കുമ്പോൾ മറ്റേ ചലന തത്വം, പിന്നെ പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം ഫിസിക്സ് ആണെന്നും അത് ഫോട്ടോഗ്രാഫി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതൊക്കെ ഫോട്ടോഗ്രാഫി നമ്മൾ പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനേ പറ്റൂ എന്നൊക്കെ ചാച്ചൻ മഹേഷിനോട് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മളൊക്കെ ഒരു കോഴ്സ് പഠിക്കണം, അതിലൂടെ ആധികാരികമായിട്ട് താത്വികമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഫിസിക്സ് പഠനം ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിന് ഇപ്പോൾ അത് പഠിച്ച ഒരാളെന്ന നിലയിൽ എത്രത്തോളം അത് വർത്തിയാണ്? ഈ എല്ലാത്തിനും അതിൻ്റെ ഒരു സയൻസ് പരിപാടി ഉണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ
വലിയ സിനിമാട്ടോഗ്രാഫേഴ്സിനൊക്കെ നോക്കുമ്പോൾ അതുപോലെ FTIയിൽ പഠിക്കണം എന്നാണ് നമ്മൾ ഒരു ആഗ്രഹം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ ഒരു ഗ്രാജുവേഷൻ അല്ലാതെ ഫിസിക്സ് പഠിച്ചിട്ട് പോയതാണ് ഒരുവിധം സിനിമാട്ടോഗ്രാഫേഴ്സിനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നവരൊക്കെ. അപ്പോൾ ആണ് അങ്ങനെ ഒരു ഫിസിക്സ് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചത്. പിന്നെ അത് നല്ലതാണ് ശരിക്കും. അപ്പോൾ ഒരു ബേസിക്കായിട്ട് നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ തന്നെ നമ്മളത് വർക്കിംഗ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്ത് ഓരോ ദിവസം. എന്നാലും നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് BTech കഴിഞ്ഞിട്ട് പണ്ട് MTയുടെ കഥാപാത്രങ്ങൾ പറയുമ്പോൾ പറയും പ്രീ ഡിഗ്രി കഴിഞ്ഞു, ടൈപ്പും പഠിച്ചു, നേരെ ബോംബെക്ക് വണ്ടി കയറാന്ന് പറയും. അല്ലെങ്കിൽ SLC കഴിഞ്ഞിട്ട് നേരെ ഒരു ബേസിക് സാധനമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTech കഴിഞ്ഞു, സപ്ലി 2 നോക്കുന്നില്ല, നേരെ നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് തിരിയുന്നു. അപ്പം അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഒരു +2 പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വഴി ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുവഴി സിനിമാട്ടോഗ്രാഫി ആണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്സ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫിസിക്സിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല, ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് അഭിപ്രായം. ഇപ്പോൾ പിന്നെയും ഇതായി. പണ്ട് എന്ന് പറഞ്ഞാൽ ഫിലിം അതിൻ്റെ പ്രോസസ്സിങ് കുറേ പരിപാടികൾ ലൈറ്റ് അതൊക്കെ കുറച്ചും കൂടെ തിയറിറ്റിക്കലായിട്ട് അറിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ ഡിജിറ്റലായതോടുകൂടി കുറച്ചും കൂടെ വർക്ക് ചെയ്യാനും എല്ലാവർക്കും പഠിക്കുന്നവർക്കാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചെയ്ത് പഠിച്ചുകൊണ്ട് ഇത് ചെയ്യാം. മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് മീറ്റർ വെച്ച് റീഡ് ചെയ്ത് അതൊക്കെ എല്ലാം ഒരു സയൻസ് കുറച്ചും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഈസിയായി. അപ്പോൾ നമ്മൾ രാജീവ് മേനോൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം, അതൊരു രാജീവ് മേനോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ മിൻസാരക്കനവ് കണ്ടുകൊണ്ടേൻ അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ റഹ്മാൻ്റെ മ്യൂസിക്, രാജീവ് മേനോൻ്റെ ക്യാമറ അല്ലെങ്കിൽ രാജീവ് മേനോൻ്റെ ഡയറക്ഷൻ, അങ്ങനെ ഒരു 90s കിഡ്സിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇതിഹാസമാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷ്വൽ സെൻസ്, ഇതൊക്കെ നമ്മളെപ്പോഴും നമ്മൾ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു ഫാനാണ്. എന്നെ സംബന്ധിച്ച് പവിയുടെ അത്ര ഇതിനെപ്പറ്റി ആധികാരികമായി ഞാനല്ലെങ്കിലും ഒരു കോമൺ ഒരാളെന്ന രീതിയിൽ ഒരാളെ ഫ്രെയിമുകൾ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമാട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പർവ്വതമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയുമ്പോൾ ഒരു 3 കൊല്ലത്തെ 5 കൊല്ലത്തെ കോഴ്സ് ശരിക്കും കംപ്രസ് ചെയ്ത് നമ്മൾ അന്ന് ഞാൻ ചെയ്യുമ്പോൾ 6 മന്ത്സിൻ്റെ ഒരു കോഴ്സേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥലം? കറക്റ്റ് ചെന്നൈയിൽ. അപ്പോൾ ചെന്നൈയിൽ ഒരു 6 മന്തിൻ്റെ കോഴ്സിൽ നമ്മൾ പാക്ക്ഡ് കോഴ്സാണ്. കാരണം കാലത്ത് തൊട്ട് 9 മണി തൊട്ട് 5 മണി വരെ ത്രൂ ഔട്ട് ക്ലാസ് ആയിരിക്കും. അതിൽ ലെക്ചർ ക്ലാസ് ഉണ്ടാവും, തിയറി എല്ലാം ഉണ്ടാവും, അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ഉണ്ടാവും. ഫുൾ പാക്ക്ഡ്. അതായത് നമ്മൾ ഇങ്ങനെ അവിടെ പോയിട്ട് കുറേ സമയം കളയാനില്ല. ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള സാറിന് തന്നെ ക്യാമറയുണ്ട്, റെൻ്റൽസ് ഉണ്ട്, ഓൺ ക്യാമറകളുണ്ട്, ലൈറ്റ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാം പുതിയ എക്യുപ്മെൻറ്റ്സും ലൈറ്റ്സും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ സാധാരണ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കുറേ സമയം ലെക്ചർ ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ പോയി അത് കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്യാമറയ്ക്കുള്ള സമയം കിട്ടുക. അപ്പോൾ അത് അങ്ങനെയല്ല, കുറച്ചും കൂടെ പാക്ക്ഡ് ആയിട്ട് ഉള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സാറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. സാറ് വീക്ക്ലി ഓരോ ക്ലാസ്സുകളുണ്ടാവും. ആ ഓരോ ക്ലാസ്സുകളും ഈ പറഞ്ഞ പോലെ ആളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. സാധാരണ ഒരു സെലിബ്രിറ്റി ഒരു കോളേജ് സ്ഥാപിക്കുന്നു, സ്കൂൾ സ്ഥാപിക്കുന്നു, അദ്ദേഹത്തെ അവിടെ മഷീനിട്ട് നോക്കിയാൽ പോലും കാണാറില്ല. പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡിങ് വെച്ചിട്ട് ആ ഒരു സൈഡ് ബിസിനസ് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസോ അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാറില്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലെ തിരക്കുള്ള ഒരാൾ, തിരക്കുണ്ടാവും, മാറ്റ് ഷൂട്ട് ഉണ്ടാവും, ഉണ്ടെങ്കിലും വരുന്ന സമയത്തിൽ വളരെ പാക്ക്ഡ് ആയിട്ട് ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര വാല്യുബിളായിട്ട് ആൾ. അതെ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വർക്ക് ചെയ്യാൻ പോകുന്നത് ശ്യാംദത്തിൻ്റെ എന്നുള്ള വലിയൊരു മറ്റൊരു യൂണിവേഴ്സിറ്റി. അതെങ്ങനെയായിരുന്നു? അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതും കൈയോടെ തന്നെ എനിക്ക് ശ്യാം സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് മൂവി ഏതായിരുന്നു? മൂവി മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് അത്
വലിയൊരു ഹിറ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചുവട് വെക്കുന്ന ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ 4 ആൾ അറിയുന്നൊരു പടം എന്ന് പറയാൻ തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മീഡിയ പീഡിയയിൽ തന്നെ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വർക്ക് ചെയ്ത പടം എന്ന് പറയുമ്പോൾ അവർ പോലും പറയാം അത് ആരും അറിയാത്തൊരു പടമായിരിക്കും. അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ചിലപ്പോൾ വേദനകളുണ്ടായിരിക്കും. കാരണം അവർ പലരോടും പറഞ്ഞിട്ടുണ്ടോ ഞാനാദ്യം വർക്ക് ചെയ്തു, നീ ഇപ്പം എന്താ ചെയ്യണേ, ഞാൻ സിനിമയിൽ ചെയ്തു, ഞാൻ സിനിമയിൽ ഏത് പടമായിരുന്നു, ഈ പടം എന്ന് പറയുമ്പോൾ ആ പടം ആരും കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇവർ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ആ സിനിമയ്ക്ക് കയറുമ്പോൾ 4 ആൾ 10 ആളൊക്കെ ആയിരിക്കും തിയേറ്ററിൽ. ഇത് നമ്മൾ ആദ്യമായി വർക്ക് ചെയ്തൊരു സിനിമ, 4 ആൾ അറിയുന്ന സിനിമ, ആ സിനിമയ്ക്ക് കയറുമ്പോൾ ഹൗസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ജോസിലാണ് ആ സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അളിയൻ ബന്ധമുള്ളതുകൊണ്ട് ജിജോ പറഞ്ഞു ഇതിൽ പവി വർക്ക് ചെയ്ത ഫസ്റ്റ് മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പടം കണ്ടിട്ടില്ല, ഞാനും അവനും പെങ്ങളും ഫുൾ ഫാമിലി ഒരുമിച്ച് ജോസ് എന്നാണ് കണ്ടിട്ടുള്ള പടം. അപ്പോൾ അന്ന് ആ പടം കാണുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ട് മറ്റാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ മുൻനിര താരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഷാഫി എന്ന് പറഞ്ഞ ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ഡയറക്ടർ, അദ്ദേഹം അകാലത്തിൽ നമ്മെ വേർപിരിഞ്ഞ വലിയൊരു പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. മേരിക്കണ്ടൊരു കുഞ്ഞാടിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഷാംദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമാറ്റോഗ്രാഫർ, ആ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയായിരുന്നു ഒരു അനുഭവം? ശ്യാം സാറിൻ്റെ കൂടെ ആദ്യത്തെ പടത്തിൽ ഇത് ജോയിൻ ചെയ്തു. കാരണം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ബേസ് നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പ്രാക്ടിക്കൽ തലത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുമാത്രമല്ല നമ്മൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ഇപ്പോൾ ആദ്യത്തെ പടത്തിലൊരു ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടെ നിന്ന് കണ്ടു പഠിക്കാനല്ല, ഫുൾ ടൈം നമുക്ക് ഓരോ പണിയായിരിക്കും. അപ്പോൾ ലേറ്റ് ചെയ്യണം, ലേറ്റ് ചെയ്യുമ്പോൾ അസോസിയേറ്റ്സ് ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യണം. അതിന് എന്തൊക്കെയായിരിക്കും ആവശ്യങ്ങൾ അതൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണം. അതൊക്കെ അങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതായിരിക്കും. അങ്ങനെ കൂടെ നിന്ന് പഠിക്കുക. അപ്പോൾ സാറാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് സാറിൻ്റെ കൂടെ ഇത് ചെയ്യാൻ, അതുപോലെ ഒരു 5-6 സിനിമകളിൽ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊക്കെയായിരുന്നു ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിൽ കുറച്ച് നേരം മമ്മൂട്ടി നായകനായ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ദിലീപ് ഫസ്റ്റ് മൂവിയിലുണ്ടായിരുന്നു, അന്നത്തെ ഒരു സൂപ്പർ താരാണ്. പിന്നെ വീണ്ടും മമ്മൂക്കയുള്ള ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്നു. അത് വെനീസ്ലെ വ്യാപാരിയിൽ വ്യാപാരി ചെയ്തിട്ടുണ്ടായിരുന്നു. തേജാബായി വെനീസ്ലെ വ്യാപാരി, തേജാബായി പൃഥ്വിരാജിൻ്റെ നായകനായ പടം. പിന്നെ തെലുങ്കിൽ 2-3 പടങ്ങൾ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തു, ഓപ്പറേറ്റീവ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ചെയ്യുന്ന സമയത്താണ്, അതിൻ്റെ ഇടയിലാണ് ഞാൻ പൈപ്പിൻ ചോട്ടിലെ പ്രണയം. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ നമ്മൾ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ പറഞ്ഞ ദിലീപ്, പൃഥ്വിരാജ്, മമ്മൂട്ടി തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം മുൻനിര താരങ്ങളുള്ള പടങ്ങളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ശ്യാംദത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാമറമാൻ, അപ്പോൾ നമ്മൾ ആദ്യ പടം വർക്ക് ചെയ്യുന്നതിന് മുന്നേ, ആദ്യ പടം പൈപ്പിൻ ചോട്ടിലെ പ്രണയമായിരുന്നു. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് നമ്മളിവിടെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കാവ്യാത്മകമായി പറയാറുണ്ട്, സംവിധായകൻ്റെ ഒരു കണ്ണാണ് ഒരു ക്യാമറമാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ പല ഡയറക്ടേഴ്സും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാഫി വർക്ക് ചെയ്തിട്ടുണ്ട്, വെനീസ്ലെ വ്യാപാരി ഷാഫിയുടെ പടമായിരുന്നു. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ശ്യാംദത്ത് തന്നെ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. ഇപ്പോൾ ഒരു ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ഒരു കോമ്പിനേഷൻ എത്രത്തോളമാണ് അതിൻ്റെ ഒരു മൂല്യം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില്ലേ? അത് തമ്മിലുള്ള ഒരു കോമ്പിനേഷന് പലപ്പോഴും ഒരു സിനിമയുടെ വിജയത്തിൽ നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ടല്ലോ. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ണാണല്ലോ ഒരു ഡയറക്ടറുടെ. അതെങ്ങനെയാണത്? അതെ, ഡയറക്ടർ നമ്മളൊരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉള്ള വിഷൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. അതെ കിട്ടണം. അത് കിട്ടുന്നതിലാണ് നമ്മൾ എങ്ങനെ അത് വിഷ്വലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഡയറക്ടറുടെ ഒരു ഐഡിയ നമ്മൾ സ്ക്രീനിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ. ആളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ ഒരു വിഷനെ എങ്ങനെ ഈ ഒരു ഇമേജിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൾ പറഞ്ഞു തരുന്ന ആ മൂഡ് അത് പിന്നെ എല്ലാവരും ഒരു സീൻ വരുമ്പോൾ അതിൻ്റെ ആ ഡയറക്ടർ, പിന്നെ അത് സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിൻ്റെ മ്യൂസിക്, ഇതെല്ലാം നമ്മുടെ ഒരു വിഷ്വലിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും.